എന്തുകൊണ്ടാണ് ഫ്രണ്ട് ബെഞ്ചിലെ കുട്ടികളെ ഞാൻ പൊക്കി പറയല്ലോ കേട്ടോ. ഫ്രണ്ട് ബെഞ്ചിലെ കുട്ടികൾ ഇങ്ങനെ എപ്പോഴും മാർക്ക് എടുക്കുന്നത് ഏറ്റവും ടോപ്പിലേക്ക് പോകും. നമ്മളൊക്കെ പഠിത്ത കാലത്തും ഫ്രണ്ട് ബെഞ്ചിലെ കുട്ടികൾക്കൊരു പ്രത്യേകത ഉണ്ട്, അത് ഇന്നും കഴിഞ്ഞിട്ടില്ല. ലോകത്തിൻ്റെ പല രാജ്യത്ത് പോയാൽ ഫ്രണ്ട് ബെഞ്ച് എന്ന് പറഞ്ഞ ബെഞ്ചേ ഇല്ല, എല്ലാവർക്കും റൗണ്ട് ടേബിളാണ്. ഒരിക്കലും ഫ്രണ്ട് ബെഞ്ച് ബാക്ക് ബെഞ്ച് എന്ന സിസ്റ്റമേ ലോകത്തിൻ്റെ പല ഭാഗത്തും ഇല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ബാക്ക് ബെഞ്ചേഴ്സ് വേറെ, ഫ്രണ്ട് ബെഞ്ചേഴ്സ് വേറെ, റൊട്ടേഷൻ എന്ന് പറഞ്ഞ പരിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നല്ല പഠിപ്പിച്ചയാൾ എന്തായാലും ബാക്ക് പോയിരിക്കാനൊന്നും പോകുന്നില്ല. അതിൻ്റെ ഒരു കാരണമുണ്ട്. ടീച്ചേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളോട് മാത്രം ചോദിക്കുക എന്ത് ചെയ്തല്ലോ, അപ്പോൾ കുട്ടികൾ പറയുമ്പോൾ എന്ത് ചെയ്തു എന്ന്. ഒരു സാമ്പിളായിട്ട് എടുക്കൽ 2 കുട്ടികളെയാണ്, അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള 2 കുട്ടികളെയാണ്. ചെയ്തല്ലോ, കഴിഞ്ഞല്ലോ എന്ന് അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ അപ്രിസിയേഷൻ കിട്ടി, ഉഷാറായിട്ട് നിന്ന്. എന്നിട്ട് എല്ലാവരും കൂടി മാസമായിട്ടൊരു ചോദ്യമാണ്, എല്ലാവരും ചെയ്തല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ കുട്ടികൾ ആന്നറിയും, ചെയ്യാത്തവരും പറയും ആന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പ്രൊമോഷൻ കിട്ടിയിട്ടാണ് ഈ ഫ്രണ്ട് ബെഞ്ചിലെ കുട്ടികൾ എന്താക്കുന്നത്, ഇങ്ങനെ കയറിപ്പോൾ. അല്ലാതെ സ്പെഷ്യൽ ബ്രെയിൻ ഉണ്ടായിട്ടല്ല. ഏത് കുട്ടിക്ക് പ്രൊമോഷൻ കിട്ടിയോ, ഷേക്ക് ഹാൻഡ് കിട്ടിയോ, തമ്പ് കിട്ടിയോ, അവരെ അപ്രിഷ്യേറ്റ് ചെയ്തോ, ആ കുട്ടികൾ ഉയർന്നേ പോകും. ഏത് കുട്ടിയെ നമ്മൾ കുറ്റപ്പെടുത്തിയോ ഒറ്റപ്പെടുത്തിയോ നിന്നെക്കൊണ്ട് ഇതിനും കഴിയില്ല എന്ന് പറഞ്ഞോ, അങ്ങനെ മ്ലാനതയോട് കൂടിയിരുന്നോ, ആ കുട്ടിയൊന്നും പിന്നോട്ട് പോകുമെന്നത് അതൊരു നീതിയാണ്, സാമൂഹിക നീതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രൊമോട്ട് ചെയ്തു വന്ന കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ഏതെങ്കിലും ക്യാമ്പസുകളിൽ എത്തിച്ചിട്ട് ഇതാണ് നീ പഠിക്കേണ്ടുന്ന ക്യാമ്പസ്, ചെന്നൈയിൽ പോയാൽ ബോംബെയിൽ പോയാൽ കുട്ടികൾ ട്രിപ്പ് കൊണ്ടുപോകുന്നത് 7ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിൽ നിന്നും IIT-യിലേക്കും ഇതേപോലെ തന്നെ എയിംസിലേക്കൊക്കെയാണ്. കാരണം നിനക്ക് ഫ്യൂച്ചറിൽ പഠിക്കാനുള്ള സ്ഥാപനമാണ് ഇത് എന്നതാണ്. നമ്മുടെ നാട്ടിൻ്റെ ഒരു ദുരന്തം, ഞാൻ നെഗറ്റീവ് പറയുകയല്ല. കുട്ടികൾ JEEക്ക് പഠിക്കുന്നുണ്ടാവും, ജോയിൻ്റ് എൻട്രൻസ് എക്സാമിന് എവിടെയെങ്കിലും പാലയിലോ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടാവും. പക്ഷെ അവർ ഇതുവരെ IIT കണ്ടിട്ടില്ല, അവിടെ ചെല്ലുമ്പോൾ മാത്രമാണ് അത് കാണുന്നത് എന്നതാണ്. അതേപോലെ തന്നെ എയിംസിലേക്ക് ആകാൻ വേണ്ടിയിട്ട് ഒരുപാട് മെനക്കെട്ട് പഠിക്കുന്നുണ്ടാവും. ഡൽഹി വരെ പോയിട്ട്, ഡൽഹി മാത്രമല്ല എയിംസുള്ള ഒരുപാടുണ്ട്, ഡൽഹിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ വരെ ഒന്ന് പോയിട്ട് ആ ക്യാമ്പസ് കാണിപ്പിക്കാൻ നമ്മൾ സാധിക്കാറില്ല. ഇനിയുള്ള കാലത്തുള്ള രക്ഷിതാക്കളെങ്കിലും, നമുക്കൊക്കെ താഴെ കുറേ കുട്ടികൾ വരുന്നുണ്ടാവുമല്ലോ, ആ രക്ഷിതാക്കളെങ്കിലും ഇതൊക്കെ ഒന്ന് കാണിപ്പിക്കുന്നതല്ല. കാരണം കുട്ടികൾ കണ്ടതിൻ്റെ പിന്നാലെയാണ്. കുട്ടികൾ ബുഗാട്ടി കാറ് കണ്ടതുകൊണ്ടാണ് അതിൻ്റെ പിന്നാലെ നടക്കുന്നത്. അവർ ഫെരാറി കണ്ടതുകൊണ്ടാണ് അതിൻ്റെ പിന്നാലെ നടക്കുന്നത്. അവർ ലംബോർഗിനി കണ്ടതുകൊണ്ടാണ് നമ്മളതിൻ്റെ പിന്നാലെ നടക്കാത്തത്, നമ്മളത് കാണാത്തത് കൊണ്ടാണ്. അവർ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ലംബോർഗിനിക്ക് 9 വേർഷൻ ഉണ്ടെന്ന് 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ നമുക്ക് പറഞ്ഞുതരും. അതിലേറ്റവും ടോപ്പ് വേർഷൻ ഏതാണെന്നും പറഞ്ഞുതരും, അതിൻ്റെ പ്രൈസ് എന്താണെന്നും പറഞ്ഞുതരും. നമ്മളതിൻ്റെ പിന്നാലെ പോകാത്തത്, നമ്മളത് കാണാത്തത് കൊണ്ടാണ്. കണ്ടതിലേക്ക് എത്തുക എന്നത് കുട്ടികളുടെ രീതിയാണ്. ഇതിപ്പോൾ ഏതായാലും ഇപ്പോൾ +2 എല്ലെങ്കിലും കിട്ടിയിട്ടുള്ള കുട്ടികളെ ഇവിടേക്കൊന്ന് രക്ഷിതാക്കൾ കൊണ്ടുപോകുന്നത് നല്ലതാണ്. ഞാൻ ആ ഭാഗം ചുരുക്കുന്നു. എന്ന് വെച്ചാൽ നോളജിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്കില്ലിന് പ്രാധാന്യം കൊടുക്കുക, അതിനേക്കാൾ കൂടുതൽ പാഷന് പ്രാധാന്യം കൊടുക്കുക. കാരണം ഒരു ഡോക്ടറാകുമ്പോൾ ആ ഡോക്ടർ എത്ര വൈകിയാലും ഒരു പേഷ്യൻ്റ് കടന്നു വരുമ്പോൾ അയാളുടെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് സമയം വൈകിയിട്ടാണെങ്കിലും ടൈമോട് കൂടി, ഡെഡിക്കേഷനോട് കൂടി, ഡിവോട്ടഡ് ആയിട്ട് അവിടെ ഇരിക്കണമെങ്കിൽ അയാളിൽ ഉണ്ടാകേണ്ടത് സ്കില്ലല്ല, അയാളിൽ ഉണ്ടാകേണ്ടത് പാഷനാണ്. ആ പാഷൻ ഉണ്ടായാൽ മാത്രമാണ്. വൈകുന്നേരം 4 മണിക്ക് സ്കൂൾ വിട്ടാൽ കുട്ടികൾ ആവശ്യപ്പെടാൻ, ടീച്ചറെ ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല, 1 മണിക്കൂർ കൂടി ഞങ്ങൾ ഇരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും നന്നായി ടീച്ചിങ്ങിൽ പാഷനുള്ള ആളുകൾ മാത്രമേ ആ സമയത്ത് 1 മണിക്കൂർ കൂടി കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കൂ. എല്ലാ അധ്യാപകർക്കും അതിന് കഴിയില്ല. താൻ പഠിച്ചു വന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഒരു പീരീഡ് കൂടി സാറൊന്ന് കയറോ എന്ന് ചോദിച്ചാൽ പാഷനുള്ള ടീച്ചേഴ്സെ വീണ്ടും ക്ലാസ്സിൽ ചെന്ന് കയറൂ. അല്ലെങ്കിൽ പറയും ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു സാർ, എൻ്റെ മരുന്ന് തീർന്നു സാർ എന്നൊക്കെയാണ് പറയും. മരുന്ന് എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ടോപ്പിക്ക് തീർന്നു എന്നുള്ളതാണ്. എന്നാൽ പാഷനേറ്റായ കുട്ടികൾ, ടീച്ചേഴ്സ് പിന്നെയും കയറുന്നു എന്നതാണ്. അപ്പോൾ പാഷനേറ്റ് ആവുക എന്നതിന് നമ്മുടെ വ്യക്തിത്വത്തെ അളന്ന്, നമ്മുടെ ഇൻ്റലിജൻസിനെ അളന്ന്, നമ്മുടെ പേഴ്സണാലിറ്റി അളന്ന്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനെ അളന്നുകൊണ്ട് കൃത്യമായിട്ട് നമുക്കൊരു ബോധമുണ്ടാവുക, നെക്സ്റ്റ് 10 ഇയേഴ്സിലേക്ക് ഞാൻ എവിടെയാണ് എത്തേണ്ടത് എന്ന്. എല്ലാ കുട്ടികളും 10 വർഷത്തേക്ക് ടാർഗറ്റ് വെക്കണം. ഈ ഒരു വർഷം ഏത് കോഴ്സിനാണ് ഞാൻ ചേരേണ്ടത് എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. 10 വർഷം അപ്പുറത്തേക്ക് നിങ്ങൾ ഇമാജിൻ കാണുക. കരിയറിൻ്റെ ഒരു ഭാഗമാണ് ജസ്റ്റ് ഇമാജിനേഷൻ. നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങളുടെ ഏകദേശം നമുക്ക് തന്നെ അനലൈസ് ചെയ്താൽ മനസ്സിലാവുമല്ലോ. എന്നിട്ട് ഡോക്ടറായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, ഞാൻ ഡോക്ടറായിട്ട് ഇരിക്കുന്നത്, സ്റ്റെതസ്കോപ്പ് നമ്മുടെ കഴുത്തിൽ, ഇതേപോലെ തന്നെ ആളുകൾ നമ്മുടെ മുമ്പിൽ, അവിടെ ബൈസ്റ്റാൻഡേഴ്സ് അപ്പുറത്ത്, ഇതേപോലെ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് പിന്നാലെ വേറെ ആൾ വരുന്നത്, ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റൽ നമ്മളിങ്ങനെ നടക്കുന്നത്, ഇതെല്ലാം ഇമാജിൻ ചെയ്തുകൊണ്ട്, ഫിക്സ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പോയാൽ നമുക്ക് ഡോക്ടർ ആവാനുള്ളൊരു കെൽപ്പ് കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതാക്കണം. നേരെ മറിച്ച് രക്ഷിതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വിവാഹ സദസ്സുകളിൽ ആഡംബരമായി പറയാനുള്ള ഒന്നായി നമ്മൾ MBBS കാണരുത്. ജ്യേഷ്ഠത്തിയുടെ മകൾ MBBS പഠിക്കുന്നുണ്ട് എന്നതുകൊണ്ട് അനിയത്തിയുടെ മകളായ നീയും അത് പഠിക്കണമെന്ന ആ കാർക്കശ്യമുണ്ടല്ലോ, അത് നമ്മൾ ഈ കുട്ടികൾ ഒരിക്കലും കൊണ്ടുവരരുത്.
ഒരിക്കലും കൊണ്ടുവരരുത്. അവിടെ നമ്മൾ കൈസിനെ ഓർത്തു പോകണം. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുന്ന കഥാപാത്രം നമുക്കറിയാം. 2 വർഷം മുമ്പ് സംഭവിച്ചത് എന്താണെന്നും നിങ്ങൾ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ടാകും. കൈസ് എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിക്ക് താല്പര്യം മാത്സിനോടായിരുന്നു. ആ കുട്ടിക്ക് പോകാനുള്ള താല്പര്യം JEE എഴുതിയിട്ട് IIT-യിലായിരുന്നു. പ്ലേ വിത്ത് മാത്സ് കൊണ്ട് ഗെയിം കളിക്കുന്ന കുട്ടിയായിരുന്നു അവൻ. അതുകൊണ്ട് മാത്സിനെ വിടാൻ അവൻ തയ്യാറല്ല. പക്ഷെ ബാപ്പ പറഞ്ഞത് എന്തായാലും നീ ഡോക്ടറാകണമെന്നാണ്. നീ നീറ്റ് എഴുതണം, എന്നിട്ട് ഡോക്ടറാകണം. ബാപ്പ പറഞ്ഞുകൊണ്ടിരുന്നു നീ ഡോക്ടറാകണം. പക്ഷെ ആ കുട്ടി വളരെ സങ്കടത്തോടെ തൃശ്ശൂരിലുള്ള ഒരു ഇതേപോലത്തെ ബാപ്പയുടെ സങ്കടം സമ്മർദ്ദം എല്ലാം കൂടിയായി. അങ്ങനെ പിറ്റേന്ന് ബാപ്പ പറഞ്ഞു, ഇനി ഒന്നും കൂടി നീ അറ്റംപ്റ്റ് ചെയ്യണം, നീ റിപ്പീറ്റേഷന് വേണ്ടി ഒന്നും കൂടി ഇരിക്കണം. റിപ്പീറ്റേഷനും കഴിഞ്ഞതാണ്, അപ്പോൾ റിപ്പീറ്റേഷൻ ഒന്നുകൂടി നീ ട്രൈ ചെയ്യുമെന്നാണ്. സമ്മർദ്ദത്തിന് വഴങ്ങിയപ്പോൾ അന്ന് രാത്രി അവൻ എന്താക്കി, ഞരമ്പറുത്തു, ആത്മഹത്യക്ക് ശ്രമിച്ചു. കൈസ് എന്നാണ് ആ കുട്ടിയുടെ പേര്. പത്രങ്ങളിൽ വാർത്ത തന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവസാനം കൈയറുത്തപ്പോൾ ഈ കുട്ടിയെ ഹോസ്പിറ്റലിലാക്കി, ICUവിലാണ് കിടക്കുന്നത്. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റാണ്. അതിൻ്റെ അകത്തേക്ക് വാപ്പ വന്നപ്പോൾ വാപ്പയെ ഒന്ന് കയറ്റി. ആ സമയത്ത് മകനെ നോക്കിക്കൊണ്ട് വാപ്പ പറഞ്ഞ വാക്ക്, സാധാരണ വാപ്പാർ പറയേണ്ടത്, പത്രം എഴുതിയത് അങ്ങനെ ഞാൻ പറയാൻ, അല്ലാതെ ഒരു വാപ്പയെ ക്രൂശിക്കാൻ വേണ്ടി പറയല്ല. എന്ന് വെച്ചാൽ വാപ്പമാർ സാധാരണ പറയുന്നത്, മോനെ ഇനി നീ അത് എഴുതണ്ട, നിനക്ക് ഇഷ്ടപ്പെട്ടതിന് പൊയ്ക്കോ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് സൈക്കോളജിക്കലി. പക്ഷേ വാപ്പ പറഞ്ഞത് വാശി കൊണ്ട് വീറുകൊണ്ട് പറഞ്ഞത്, നീ കയ്യറുത്താലും ശരി കഴുത്തറുത്താലും ശരി. പത്രങ്ങൾ അന്ന് സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ കൊടുത്തതാണ്. പോലീസുകാരുടെ റിപ്പോർട്ട് അനുസരിച്ച് നീ കയ്യറുത്താലും ശരി കഴുത്തറുത്താലും ശരി നീ ഡോക്ടറായി മാറണമെന്ന് ആ വാപ്പ പിന്നെയും പറഞ്ഞു. അന്ന് രാത്രിയാണ് ഈ കേരളക്കരയെ നെട്ടിച്ച ആ സംഭവം ഉണ്ടായത്. അവസാനത്തെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി വന്ന സിസ്റ്ററുടെ കൈകളെ തട്ടിമാറ്റി ഹോസ്പിറ്റലിൻ്റെ 7ാമത്തെ നിലയിൽ നിന്നും താഴേക്ക് ചാടി കൈസ് എന്നേക്കുമായി ആത്മഹത്യ ചെയ്തു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ദയവ് ചെയ്ത് നമ്മുടെ കുട്ടികളെ സമ്മർദ്ദത്തിലാക്കരുത്. ഒരിക്കലും അവരെ ഇഞ്ചക്റ്റ് ചെയ്ത് നീ അതാകണമെന്ന് ശാഠ്യം പിടിക്കരുത്. കുട്ടികളെ കൂട്ടണം. അപ്പം ചില രക്ഷിതാക്കൾ പറയും, അവളെ ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ച് പോയിക്കോട്ടെ, അവൻ്റെ ഇഷ്ടം എങ്ങനെയാണോ അതും തെറ്റാണ്. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല, ഇഷ്ടത്തിന് ഡിസയർ എന്നാ പറയുക, അംബിഷനാണ്. ഡിസയർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം മാറിക്കൊണ്ടേയിരിക്കും. എനിക്ക് കുട്ടിക്കാലത്ത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു മീൻകാരനാവുക എന്ന ആഗ്രഹം. കാരണം കുട്ടിക്കാലത്ത് ഞാൻ കാണുന്ന എക്സ്റ്റേണൽ വലിയൊരാൾ മീനും കൊണ്ട് പീപ്പിളി വിളിച്ചു വരുന്ന ഒരു മീൻകാരനെയാണ്. അന്ന് നമ്മുടെ ആഗ്രഹം മീൻകാരനാകാനാണ്. പിന്നെ ഉമ്മയുടെ കൂടെ ബാങ്കിലേക്ക് എന്തൊക്കെ മാറാൻ വേണ്ടി പോയപ്പോൾ ഒരു പോലീസുകാരൻ കൈ ഇങ്ങനെ കാണിക്കുന്നു, വണ്ടികൾ നിൽക്കുന്നു, ഒരു പോലീസുകാരൻ കൈ ഇങ്ങോട്ടാക്കുന്നു, അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ കൈ ചലിപ്പിക്കുമ്പോഴേക്ക് വണ്ടികൾ നിൽക്കുന്ന പോലീസുകാരനാകാൻ, ട്രാഫിക് പോലീസാകാൻ പിന്നെ ആഗ്രഹം. പിന്നെ എപ്പോഴും വാപ്പയുടെ കൂടെ പിന്നെ എയർപോർട്ടിലൊക്കെ പോയപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ബാഗും കൊണ്ട് പോകുന്ന ആളുടെ ബാഗ് പിടിക്കാൻ കൂടെയുള്ള ആൾക്കാർ എല്ലാം കൂടി കണ്ടപ്പോൾ പൈലറ്റാവാൻ ആഗ്രഹം. ഡിസയർ മാറിക്കൊണ്ടേയിരിക്കും. ഡിസയറിനനുസരിച്ച് ഒരിക്കലും നമ്മൾ കോഴ്സ് ചെയ്യരുത്. എനിക്കറിയാം കുറേ എഞ്ചിനീയറിങ്ങിന് പഠിക്കും. നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുമ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മോട് പറയാറുണ്ട്, എങ്ങനെയെങ്കിലും നീറ്റൊന്ന് എഴുതിയെടുത്താൽ മതിയായിരുന്നു. ഇപ്പോഴത്തെ പാരാമെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ അവർ പറയും, എങ്ങനെയെങ്കിലും ഒന്ന് BTech എഴുതിയെടുത്താൽ മതിയായിരുന്നു. ഇത് ഡിസയറിനനുസരിച്ച് പോയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഫസ്റ്റ് യു ഹാവ് ടു ഡിഫൈൻ യു. നമ്മളെ ഡിഫൈൻ ചെയ്യുക. നീ നിന്നെ ഡിഫൈൻ ചെയ്യുക. ആരാണ് നീ? ഹൂ ആം ഐ? എവിടെന്നാണ്? അറബിയിൽ ഒരു ചൊല്ലുണ്ട്, മിൻ ഐന വഫി ഐന വ ഇല ഐന. എവിടുന്നാണ് നീ വന്നത്? ഇപ്പം നീ എന്താണ്? ഇനി എങ്ങോട്ടാണ് നീ പോണത്? കൃത്യമായി നമുക്കൊരു ബോധമുണ്ടാകണം. ആ ബോധത്തിലൂടെ മാത്രമേ നമ്മൾ പോകാവൂ. അതിൽ ഉമ്മുകുൽസ് വേറെ കോഴ്സിന് ചിലപ്പം പോയിന്ന് വരും, സുരിത വേറെ കോഴ്സിന് പോയിന്ന് വരും. നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടേ നമ്മൾ കരിയറിനെ ഡിസൈൻ ചെയ്യാവൂ. അതാണ് നമ്പർ 1. നമ്പർ 2, ഭാവിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് തടി കൊണ്ട് ജോലി ചെയ്യണോ അതോ ബ്രെയിന് കൊണ്ട് ജോലി ചെയ്യണോ എന്നതാണ്. ഒന്നും കൂടി പറയാം, ഇൻ്റലക്ച്വൽ ജോബ് ആൻഡ് ഫിസിക്കൽ ജോബ്. ഇതിൽ ഏതാ ചെയ്യേണ്ടതെന്ന് സ്വന്തം നിങ്ങളൊന്ന് തീരുമാനിക്കുക. ഇൻ്റലക്ച്വൽ, ഉദാഹരണത്തിന് ഇതൊരു വലിയ ഒരു വീടാണെന്ന് വെക്കുക, ഒരു ഏകദേശം ഒരു 2 കോടി രൂപയുടെ വീട്, ഒരു ഉദാഹരണം പറയാണ്. ഇതിനൊരു ആർക്കിടെക്റ്റ് ഉണ്ടാവും. ആ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പ്രധാനിയാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം വന്നിട്ടുണ്ടാവും. ടോണിയെപ്പോലെ, ശങ്കറിനെ പോലെ, സലീമിനെ പോലെയുള്ള ആളുകൾക്ക് ഒരു പ്രാവശ്യം മാത്രമായിരിക്കും ചിലപ്പോൾ വീട്ടിലേക്ക് വരിക. പക്ഷെ അവർക്ക് 1 കോടി രൂപക്ക് 10 ലക്ഷം രൂപ കൊടുക്കണം അവരുടെ പൈസയായിട്ട്. അപ്പോൾ സലീമോ ശങ്കറോ മറ്റുള്ളവരെ വന്ന് 6 or 7 പരിചയത്തിനനുസരിച്ച് ചിലപ്പോൾ കുറക്കാം. അവർ വന്നു കഴിഞ്ഞാൽ ഒറ്റ വരവിന് 10 ലക്ഷം കൊടുക്കേണ്ടി വരും. അതിൻ്റെ ബാക്കിൽ കുറേ പണികൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വരവിന് 10 ലക്ഷം രൂപയാണ്. എന്നാൽ നമ്മുടെ വീട്ട് പടവിന് വേണ്ടി വന്നിട്ടുള്ള പാവം പടവുകാരുണ്ട്. അവരെ ഞാൻ കൂടുതൽ നമിക്കുന്നു, കൂടുതൽ സ്നേഹത്തോടെ കാണുന്നു. കാരണം എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്, അവരാണ് ഏറ്റവും കൂടുതൽ അധ്വാനിച്ച് ജീവിക്കുന്നവർ. ആ അധ്വാനത്തെ മുഴുവൻ നമ്മൾ മാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊരു ഉദാഹരണത്തിന് പറയാണ്,
അതിൽ പടവുകാരനായ ആൾ 3.5 മാസം പടുത്തിട്ട് 100 ദിവസം വന്നിട്ടുണ്ടാകും. ആ 100 ദിവസം വന്നാൽ കൂടി അയാൾക്ക് കിട്ടൽ 1,00,000 രൂപയാണ്. എല്ലാ ദിവസവും 1000 രൂപ കിട്ടി അത്രയും വെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ടാൽ അയാൾക്ക് കിട്ടുന്നത് 100 ദിവസം വന്നാൽ 1,00,000 ആണെങ്കിൽ ഇയാൾക്ക് ഒരു ദിവസം വന്നാൽ കിട്ടുന്നത് പോട്ടെ 2,00,000 ഒരു ആർക്കിടെക്റ്റ് അവിടെ സന്ദർശിച്ചാൽ. ഒന്ന് ഇൻ്റലക്ച്വൽ ജോബാണ്, മറ്റൊന്ന് ഫിസിക്കൽ ജോബാണ്. ഞാൻ ഗവൺമെൻറ് ജോലിയിലേക്ക് പോകുന്നവരോടും കൂടിയാണ് പറയുന്നത്. വെറും ഫിസിക്കലി വെറും ഒരു ഫയൽ കൊണ്ടുപോയി കൊടുക്കുന്ന ഇൻ്റലക്ച്വലി യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ലാത്ത ഒരാൾ മാത്രമായി നമ്മൾ മാറരുത്. പകരം ഇൻ്റലക്ച്വൽ വിങ് ആണ്. എന്താ ഈ സിവിൽ സർവീസുകാരുടെ പ്രത്യേകത? അവർ ഇൻ്റലക്റ്റ് കൊണ്ടാണ് കളിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഫിസിക്കലി എല്ലാ ജോബും ചെയ്യുന്നത് കൊണ്ടല്ല, അവർ ടോട്ടലി സ്ട്രാറ്റജി മെനയുന്നു. ഒരു ജില്ലയെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എല്ലാ വിങ്ങിനെയും അവർ ശ്രദ്ധിക്കുന്നു. എല്ലാ തഹസിൽദാറും മറ്റുള്ളവരൊക്കെ അവരുടെ താഴെയാണ്. അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് ജോബിലേക്ക് കയറിയാലും പ്രൈവറ്റ് ജോബിലേക്ക് കയറിയാലും അതല്ല, നിങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് എന്നതായാലും, സെൽഫ് എംപ്ലോയിഡ് ജോബിനേക്കാൾ അപ്പുറത്താണ് നമ്മൾ സ്വന്തമായി തുടങ്ങിയതിൽ നമ്മൾ ജോലി ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് ബിസിനസ് മാൻ, അതാർക്കുമാകാം. എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രാറ്റജി മെനയുന്നു, മറ്റുള്ളവരൊക്കെ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. അതാണ് ബിസിനസ് മാൻ. അത് ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ വെറും മെറ്റീരിയൽസ് വിൽക്കൽ മാത്രമല്ല, ലോകത്തിൽ അങ്ങനെയുണ്ട്.